ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഓൾറെഡി ഇഗ്നോയെപ്പറ്റി ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി. അപ്പം അതൊരു നിങ്ങൾക്ക് അറിയാമല്ലോ, ഇഗ്നോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓൺലൈനിൽ ഏറ്റവും റിലയബിളായ ഇന്ത്യയിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഗ്നോ തന്നെ പറയാനുള്ളൂ. അപ്പോൾ അതുപോലെ ഇപ്പം ഇതൊരു മോക്കിനെ പറ്റിയാണ് പറയുന്നത്, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. ഓക്കെ, അങ്ങനെ ഒരു വെബ്സൈറ്റാണ് swayam.government.india. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റാണ്. ഇപ്പം ഏകദേശം 8ഓളം നാഷണൽ കോർഡിനേറ്റേഴ്സ് ചേർന്നിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് സ്വയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക, IIT-യിലെ പ്രൊഫസേഴ്സ് 1000ഓളം പ്രൊഫസേഴ്സ് ഇതിനുള്ളിൽ ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, NPTEL എന്ന് പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു സംഭവം ഉണ്ട്. അതായത് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അപ്പം അത് ആ ഒരു NPT, അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ടെക്നോളജി ഇന്നോവേഷൻ അപ്ഗ്രേഡേഷന് വേണ്ടിയുള്ള കുറച്ച് കോഴ്സുകളൊക്കെ ആയിരുന്നു ആദ്യം പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇതെന്ന് വെച്ചാൽ NPTEL അടക്കം ഇഗ്നോ അടക്കം അങ്ങനെ ഏകദേശം 8ഓളം നാഷണൽ കോർഡിനേറ്റേഴ്സ് ഇതിന് പിന്നിലുണ്ട്. അപ്പം അവരുടെ കോഴ്സുകളാണ് ഇതുവഴി നമുക്ക് കിട്ടുന്നത്. സോ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇതിനൊരു ഫീ വരുന്നത് എൻഡ് ഓഫ് ദി സമയത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള കോഴ്സുകളാണെങ്കിൽ മാത്രം നിങ്ങൾ ഫീസ് കൊടുത്ത് ഇതിലേക്കൊക്കെ കയറിയാൽ മതി. ഈ ഒരു കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യം, അതായത് ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് സർട്ടിഫിക്കേഷന് പൈസ ഒന്നുമില്ല. അപ്പോൾ അതാണ് ഈ സ്വയം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പം ഇതൊരു 8 ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. ഇതിനകത്തെ മെറ്റീരിയൽ വീഡിയോ ആയിട്ടും ഇത് കിട്ടുന്നതൊക്കെ 8 ലാംഗ്വേജിലോളം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാനിതിൻ്റെ കോഴ്സുകളിലേക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓൾ കോഴ്സസ്, ഇതിപ്പോൾ ഒരു മൊബൈൽ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ സ്വയം ഇതിനകത്ത് ആപ്ലിക്കേഷനായിട്ടും കിട്ടും, നിങ്ങൾക്ക് ലാപ്ടോപ്പ് വഴിയൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് സ്വയം ഓൾ കോഴ്സസ് കാണിച്ചു തരാൻ വേണ്ടി മൊബൈൽ വ്യൂ ഞാൻ ഡെസ്ക്ടോപ്പ് വ്യൂ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഓൾ കോഴ്സസ് ഇവിടെ മുകളിൽ കൊടുക്കുന്നത് കാണുമ്പോഴത്തേക്കും ഓൾ കോഴ്സസ് കൊടുക്കുക. അപ്പം കണ്ടോ, അത് ഓൺഗോയിങ് കോഴ്സസും അപ്കമിങ്ങും ഒക്കെ ഇതിനകത്തുണ്ട്. അത് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ, ഇത് ഇഗ്നോയുടെ ഒരു കോഴ്സാണ്. അഗ്രികൾച്ചർ പോളിസി ആൻഡ് ഫോർമുലേഷൻ, സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ ഇഷ്യൂസ്, ഇതൊക്കെ ഇഗ്നോ ആണ്. പ്രൊജക്റ്റ് അനാലിസിസ്, ഫ്രഞ്ച് കോഴ്സ് 1, ദി അക്കൗണ്ടൻസി. ഇപ്പം ഇതിനകത്ത് ഈ അക്കൗണ്ടൻസി 11, അതായത് ക്ലാസ് 11 ഇല്ലേ നമ്മുടെ +1, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 9th മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള എല്ലാവർക്കും പറ്റിയ കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിപ്പം പ്രത്യേകിച്ച് കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം, നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയാണ്, നമുക്ക് പല കാര്യങ്ങളും ചില കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇതും ഒരു ഓൺലൈൻ തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് അവർ കറക്റ്റ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടാണ്. ഇപ്പം ഞാൻ അക്കൗണ്ടൻസി 11 പാർട്ട് 1 എടുത്തില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീക്കിൽ ഏത് ടോപ്പിക്കാണ് അവർ തരുന്നത് അങ്ങനെ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പം ഇതുണ്ടോ, ജോയിൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ഞാൻ അമർത്തുവാണെങ്കിൽ ഉണ്ടോ, ഇപ്പം ഇത് എന്തിനു വേണ്ടി അൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് ദ മണി ദാറ്റ് കം ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കോഴ്സിനെ പറ്റി ആദ്യം ഡിസ്ക്രൈബ് ചെയ്യും. ഒരു സമ്മറി, അപ്കമിങ് കോഴ്സ് ടൈപ്പ്, ഡ്യൂറേഷൻ, സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ഇതിപ്പോൾ 1 November 2020 തുടങ്ങിയതാണ്. എൻഡ് ഡേറ്റ് കണ്ടോ, 11 April 2021 തീരും. എക്സാം ഡേറ്റ്, എൻറോൾമെൻറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ 31 March വരെ അവർ അവസരം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം തുടങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും അവർ അപ്ലോഡ് ചെയ്യുന്ന കോഴ്സ് മെറ്റീരിയൽസൊക്കെ അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് 31 March വരെ എൻറോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് പഠിക്കാമെന്നുണ്ടെങ്കിൽ അത് അതിന് വേണ്ടിയാണ് അവർ അത്രയും എൻറോൾമെൻറ്റ് നീട്ടിയിടുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് കുറേ മുന്നെയാണ്, നവംബറിലാണ്. അപ്പോൾ നിങ്ങളിത് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെച്ചം എന്ന് വെച്ചാൽ നിങ്ങളുടെ കോഴ്സുകളൊക്കെ അവിടെ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം വേണ്ട, നിങ്ങൾക്കത് പഠിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ആ കോഴ്സുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കപ്പോൾ ഇതിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട പറ്റിയതുണ്ടോ, മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് വീക്ക് 1 ഇതായിരിക്കും ഉണ്ടാവുക. വീക്ക് 2 ഈ ഒരു ടോപ്പിക്കായിരിക്കും. വീക്ക് 3 അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു സെൽഫ് അസസ്മെൻറ്റ് പോലെയാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചതിലെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അവർ അങ്ങനെ തരും, നിങ്ങൾക്കത് ജോയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളത് ആൻസർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ ഒരു മാർക്കും സർട്ടിഫിക്കറ്റൊക്കെ വേണമെങ്കിൽ ആ സെൽഫ് അസസ്മെൻറ്റിൻ്റെ മാർക്കും പിന്നെ അവസാനം ഒരു എക്സാം നടക്കും ഫുൾ ടോപ്പിക്കിൻ്റെ. അപ്പോൾ അതും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും സർട്ടിഫിക്കറ്റ്. ഇപ്പം ഇതിനകത്തൊക്കെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റേ ഉണ്ടാവുള്ളൂ, കാരണം +1 അല്ലേ. പക്ഷേ നമ്മൾ ഡിഗ്രി ഒക്കെ റിലേറ്റ് ചെയ്ത് കോഴ്സുകൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും.
എന്നപ്പോഴത്തേക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സാം ആ വീക്കിലെ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുക, അവസാനം ഒരു എക്സാം പറയും, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. സോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിപ്പോൾ വീക്ക് 11, വീക്ക് 12 അങ്ങനെ ഫുൾ അവസാനം 23 വരെ എന്നാൽ തീരുന്നതെന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആ ഡേറ്റിൽ വരെ പഠിക്കുന്നതൊക്കെ നോക്കിയിട്ട് നമ്മളിത് ജോയിൻ ചെയ്താൽ മതി. അല്ലെ ചുമ്മാ ജോയിൻ ചെയ്തിട്ടാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് പഠിക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ കോഴ്സുകൾ. ഇപ്പോൾ ഇത് അക്കൗണ്ടൻസിയാണ്. ഇപ്പോൾ താഴേക്ക് പോകുമ്പം കണ്ടോണേ, അതുകൊണ്ടോ അഡ്വാൻസ്ഡ് C++. നമുക്കറിയാമല്ലോ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് C++ ഒക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇത് കണ്ടോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ യൂണിവേഴ്സിറ്റി, ബോംബെ IIT ആണ് ഇത് ഈ ഒരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ഇത് 4 വീക്കിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോഴ്സാണ് കേട്ടോ. 4 വീക്സ് മുതൽ ഏകദേശം 24 വീക്സ് വരെ വരുന്ന ക്ലാസ്സുകൾ ഇതിനകത്തുണ്ട്. ഇത് വേണമെങ്കിൽ ഇപ്പം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 കണ്ടോ, കോഴ്സ് ടൈപ്പ് അപ്കമിങ്, കോഴ്സ് ടൈപ്പ് ഇലക്റ്റീവ്, 4 വീക്ക്, അതായത് ഏകദേശം ഒരു മാസത്തെ കോഴ്സാണിത്. അണ്ടർ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഇത് അവർ ആദ്യമേ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതായത് നമ്മളെ പേര്, ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ അവർ ചോദിക്കും. ഇപ്പോൾ നമ്മൾ ഡിഗ്രി ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഇയറും അവരുടെ ആ ഒരു എൻറോൾമെൻറ്റ് നമ്പറൊക്കെ ചോദിക്കുമ്പോൾ അത് അടിച്ചു കൊടുക്കണം. അല്ല നമ്മൾ അതിൻ്റെ താഴെയാണ്, അങ്ങനെ നമ്മുടെ ഡിഗ്രി അനുസരിച്ചുള്ള കോഴ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ C++ എന്ന് പറയുന്നത് അവർ അണ്ടർ ഗ്രാജുവേറ്റ്, നിങ്ങൾക്ക് ഡിഗ്രി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയവർക്കും ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, കണ്ടോ. അപ്പം ദ കോഴ്സ് ലേ ഔട്ട് എന്തൊക്കെയാണ്. C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ സ്ട്രോട്ടിങ് 1970 ബെൽ ലാബ്സ്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലേണേഴ്സ് UG PG CSC CSIT സ്റ്റുഡൻസ്. ഇങ്ങനെ എന്തുകൊണ്ടാണ് അവരൊരു ക്രെഡൻഷ്യൽ വെക്കുന്നതെന്ന് അറിയാമോ? അതായത് ഒരു ലിമിറ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഇപ്പം ഒരു +2 സ്റ്റുഡൻറ്റിന് മനസ്സിലാവുന്നതിനും കൂടുതൽ ഇപ്പോൾ കരിയർ ബേസ്ഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ചിലപ്പോൾ ക്ലാസ്സുകളാവും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഒരു 10ലെ കുട്ടിക്ക് മനസ്സിലാവുന്നതിലും കൂടുതൽ കാര്യങ്ങൾ UG സ്റ്റുഡൻസിന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അവരൊരു ലിമിറ്റ് വെക്കുന്നത്. ഇതിപ്പം UG ചെയ്യുന്നവർക്കേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ലിമിറ്റ് വെക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ വിചാരിക്കരുത് ഇപ്പം അങ്ങനെ എന്തിനാ ഏജ് ലിമിറ്റ്. ആർക്കും C++ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ഇൻ ഡെപ്ത് ആയിരിക്കും. അപ്പോൾ നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്താ പറയുക, കുറച്ചും കൂടെ ഇപ്പോൾ UG ലെവലൊക്കെ എത്തണ്ടേ. അപ്പം ആ ഒരു രീതിക്കാണ്. അപ്പം അതാണ് ഇവിടെ അഡ്വാൻസ്ഡ് C++ അല്ല, ഇത് അഡ്വാൻസ്ഡ് C++ ആണ്. അപ്പം ഇത് ബോംബെ. ഇതിപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അവരുടെ IIT ബോംബെ എന്നുണ്ടാവും. അപ്പോൾ നമുക്കതൊരു എപ്പോഴും ഒരു വാല്യൂ തന്നെയല്ലേ. IITയിലെ ഒരു സർട്ടിഫിക്കറ്റ്, നമുക്ക് ചിലപ്പോൾ IITയിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എപ്പോഴും നടണമെന്നില്ലല്ലേ. അവിടെ ഒക്കെ പഠിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ലോണം എക്സാമൊക്കെ പാസ്സായി അങ്ങനെയൊക്കെ നമുക്ക് കിട്ടത്തുള്ളല്ലോ. LAMTech അങ്ങനെ എന്തൊക്കെ ചെയ്താലേ അവിടെ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ. കണ്ടോ, ആൻഡ്രോയിഡ് ആപ്പ് യൂസിങ് കോട്ട്ലിൻ ആപ്ലിക്കേഷൻ ഓഫ് GeoGebra. ഓക്കെ, പിന്നെ അതൊക്കെ ബോംബെയുടെയാണ്. കണ്ടോ, ആർഡിനോ അവയർനെസ് ഓഫ് പ്രോഗ്രാം ഓൺ സോളാർ വാട്ടർ പമ്പിംഗ് സിസ്റ്റം, അത് ഇഗ്നോടെയാണ്. ഇനി AICT ഇഗ്നോടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബിസിനസ്, അങ്ങനെ ഓരോരോ ഇതുണ്ട്. പിന്നെ ഇത് NCERT മുതൽ ക്ലാസ് ഇതിനകത്ത് NCERTയുടെ ഒക്കെ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. NCERT ആണ് സ്കൂൾ ലെവലിൽ കൂടുതലും ഞാൻ കാണുന്നതൊക്കെ. NCERT ഇഗ്നോയും ഒക്കെയാണ് സ്കൂൾ ലെവൽ കുട്ടികൾക്ക് വേണ്ടി. 9th മുതലുള്ള +2 വരെയൊക്കെ കൂടുതലും അവരുടെ ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് വ്യൂ, നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിലാണ് കയറുന്നതെങ്കിൽ ഞാനൊരു ഡെസ്ക്ടോപ്പ് വ്യൂ കാണിച്ചു തരാം. ഓക്കെ, അതിന് മുന്നേ കോഴ്സ് കാറ്റലോഗ് കണ്ടോ. AICT NITTR ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് എഡ്യൂക്കേഷൻ. വരട്ടെ, ഇപ്പോൾ ലോഡാവാൻ ചെറിയൊരു നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്പീഡിലിത് ലോഡാവാത്തത്. ലോഡാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ അവർക്കവിടെ നെറ്റ് ഇഷ്യൂ ഒന്നുമില്ല. എനിക്കിവിടെ കുറച്ച് നെറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഒരു 2 മിനിറ്റ് ഒക്കെ ഇത് വന്നു. കണ്ടോ, ഇതാണ് ഡെസ്ക്ടോപ്പ് വ്യൂവിൽ വരിക. സോ അപ്പോൾ നമുക്കിവിടെ കോഴ്സ് കാറ്റലോഗ് നോക്കാവേ. ഓക്കെ, കോഴ്സ് കാറ്റലോഗ്.
ഓക്കെ ഇത് കണ്ടോ, ഓൾ AICTE NITTIR കോഴ്സസ്, ദെൻ ആനുവൽ റിഫ്രഷർ പ്രോഗ്രാം ഓൺ ടീച്ചിങ്, ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ്, എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ്, ലോ, മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ്, മാത്സ്, സയൻസ്, NPTEL ഡൊമൈൻ, ഇത്രയും ഒരു കാറ്റലോഗ് അവർ തരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഒരു എന്താ ഇപ്പം ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു ടീച്ചിങ്ങിൻ്റെ ഒരു പ്രോഗ്രാം നോക്കാം. 1 സെക്കൻഡ്. ഓക്കെ, ലോഡാവാൻ 1 മിനിറ്റ് എടുക്കും. സോറി ഫോർ ദ ഡിലേ. ഓക്കെ, ലോഡാവുന്നുണ്ട്. ഇല്ല, പോയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ലോഡായി വരും. ഓക്കെ, ടീച്ചേഴ്സ് പ്രോഗ്രാമാണ് കൊടുത്തത്. ഓക്കെ, ഇപ്പം അതെനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ കൊടുക്കാം കേട്ടോ. അത് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഇതിനകത്തുണ്ട് കേട്ടോ. നിങ്ങൾ അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കൊടുത്തപ്പോഴത്തേക്കും ലേണിംഗ് ആൻഡ് ടീച്ചിങ്, പെഡഗോഗി ഓഫ് സയൻസ്, അണ്ടർസ്റ്റാൻഡിങ് ഡിസിപ്ലിൻസ് ആൻഡ് സബ്ജക്ട്സ്, ഡിമസ്റ്റിഫൈങ് ബോർഡ് ഗെയിം ഡിസൈൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. ഞാനിപ്പോൾ ഇതെടുക്കാം. ഡിപ്ലോമ, ഇതിപ്പോൾ NIOSൻ്റെ കോഴ്സാണ്. NIOSനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ സയൻസ്. ഇപ്പോൾ നമുക്ക് 10th +2 ഒക്കെ ഡയറക്റ്റായിട്ട് എടുക്കാൻ സ്കൂളിൽ പോകാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 10th ഇക്വലൻ്റ് ആണ് NIOSൻ്റെ ഈ ഒരു ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 24 വീക്സ് ആണ്. ഇതിനകത്ത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 എന്തൊക്കെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്ര 5200 പേര് എൻറോൾ ചെയ്ത കോഴ്സാണിത്. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ, NIOSനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ പ്രോഗ്രാമാണ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിനകത്ത് നിങ്ങൾക്ക് ഇതുണ്ട്, പ്രൊമോട്ടിങ്, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. കോഴ്സ് ടൈപ്പ്, അപ്കമിങ്, ഡ്യൂറേഷൻ 24 വീക്സ്, സ്റ്റാർട്ട് ഡേറ്റ് 1 ഒക്ടോബർ 2020 തുടങ്ങിയ കോഴ്സാണ്. അവസാനിക്കുന്നത് ഈ ഒരു 31 മാർച്ച് വരെയാണ്. എൻറോൾമെൻറ്റും അതുവരെ അവർ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ, ലെവൽ ഡിപ്ലോമ. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ഇങ്ങനെ അവർ കൊടുത്തേക്ക്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം 1, 2, എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഓർഗനൈസിങ് സ്ട്രക്ചർ ഫോർ എന്താ പറയുക, ഓക്കെ, പിന്നെ സ്ട്രാറ്റജീസ് ഓഫ് UIEE 1, സ്ട്രാറ്റജീസ് ഫോർ ദ സേവ് ശിക്ഷ അഭിയാൻ. ഓക്കെ, ഇത് സർവശിക്ഷാ അഭിയാനാണ്. ദെൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്, പ്രിപ്പയറിംഗ് ടീച്ചേഴ്സ് ഫോർ എലമെൻ്ററി എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. അത് ടീച്ചിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് കാറ്റഗറിയാണോ നിങ്ങൾക്ക് താല്പര്യം അത് പോകാൻ പറ്റും. ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഇപ്പോൾ ടെക്നോളജി ഫീൽഡ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് കണ്ടോ, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഡിസൈൻ. ഇപ്പോൾ ഞാനിവിടെ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് എഞ്ചിനീയറിംഗ് കൊടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്ത് കോഴ്സസുകളാണ് വരാനുള്ളതെന്ന്. ഓക്കെ, ലോഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ലോഡ് ആവുന്നുണ്ട്. കുറച്ച് നെറ്റ് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ വരുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ നെറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അത് ലോഡാവും. ഓക്കെ, അഗ്രികൾച്ചർ പോളിസി ഫോർമുലേഷൻ, പ്രൊജക്ട് അനാലിസിസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ എൻവയോൺമെൻറ്റൽ, അവയർനെസ് പ്രോഗ്രാം ഓൺ സോളാർ വാട്ടർ പമ്പിംഗ് സിസ്റ്റം, കൊമേഴ്ഷ്യൽ ഫ്രൂട്ട് പ്രൊഡക്ഷൻ, ഫുഡ് ലോ, ഇന്ത്യൻ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ഇൻട്രൊഡക്ഷൻ പോൾട്രി ഫാമിംഗ്, കോപ്പറേറ്റീവ് ആൻഡ് ഫാമേഴ്സ് ഓർഗനൈസേഷൻ, ടെക്നോളജി ഓഫ് ഫെർമെൻറ്റഡ് ചീസ് ഐസ്ക്രീം, അങ്ങനെ ഒത്തിരി. ഇതിപ്പോൾ ഇഗ്നോയുടെ കോഴ്സുകളാണ് ഇവിടെ ഉണ്ടായിരുന്നതിൽ കൂടുതലും. ഇനിയിപ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാത്സ് ആൻഡ് സയൻസ്. ഓക്കെ, NPTEL ഡൊമൈൻ. ഓക്കെ, കമ്പ്യൂട്ടർ ഓക്കെ, NPTEL ഡൊമൈൻ നോക്കാം. NPTELൻ്റെ കോഴ്സുകളാണ് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരു വെബ്സൈറ്റായിട്ടാണ് ആദ്യം വന്നത്. പിന്നെയാണ് ഇപ്പോൾ ഇതൊരു കമ്പൈൻഡ് ആയിട്ട് ഇപ്പം ഇത്രയും നാഷണൽ കോർഡിനേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത് ഇപ്പോൾ സ്വയം പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ അന്ന് കുറച്ച് കോഴ്സുകളാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പം 100ന് മുകളിൽ കോഴ്സുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ എൻറോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പിന്നെ ആ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ NCERT ആണ്. പിന്നെ NIOS, ഓക്കെ, NIOS, സെക്കൻഡറി ലൈബ്രറി ഇൻഫർമേഷൻ, ഓക്കെ, എല്ലാം ഉണ്ട് കേട്ടോ. സെക്കൻഡറി ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ്, സെക്കൻഡറി മാത്തമാറ്റിക്സ്,
അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് കോഴ്സുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ പഠിക്കേണ്ടത് അതിനനുസരിച്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ മാത്സ് ആൻഡ് സയൻസ് എടുക്കുമ്പോൾ ഇത്രയും ടോപ്പിക്ക് വരുന്നുണ്ട് കണ്ടോ. അപ്ലൈഡ് സയൻസ്, ബയോടെക്നോളജി, ബോട്ടണി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, എർത്ത് സയൻസ്, എൻവയോൺമെൻറ്റ് സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, മാത്തമാറ്റിക്സ്, മൈക്രോബയോളജി, ഫിസിക്സ്, സുവോളജി. ഇപ്പം നമുക്ക് ലൈബ്രറി ഇപ്പം അല്ല വേറൊന്നാ പോയേക്കും നോക്കാം, നമുക്ക് ലോഡ് ചെയ്ത് വരട്ടെ. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ജിയോജിബ്ര, ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, അപ്പോൾ അത് ടെക്നോളജിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഇതുണ്ടോ AICTE. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുടെ ആണിത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നതും ബോംബെ ആണ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് ഇത്രയും ശിവ് നാടാർ യൂണിവേഴ്സിറ്റിയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താ സ്വയം വെബ്സൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ മെറ്റീരിയൽസ് ഇംഗ്ലീഷിലാണ്. ഇപ്പോൾ നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും ആ ലാംഗ്വേജിൽ 8 ലാംഗ്വേജുകളിൽ നമുക്ക് ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടുണ്ട്, കാരണം മലയാളത്തിലുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള ലാംഗ്വേജുകളിലും 8 ലാംഗ്വേജുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നിങ്ങൾ ജസ്റ്റ് ആദ്യം ഒന്ന് ലോഗിൻ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ എൻ്റെത് ലോഗിൻ ആയതുകൊണ്ട് എൻ്റെ ഒരു ഇമെയിൽ ID വെച്ച് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നുമില്ല അതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ ഞാനത് പറയണ്ട, കാരണം ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകളും നിങ്ങൾക്കറിയാം എല്ലാം ഇപ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡ് അല്ലെങ്കിൽ നമ്മൾ സൈനപ്പ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതേപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾ സ്വയം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം സ്വയം ഒരു വെബ്സൈറ്റ് വരും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൈനപ്പ് ചെയ്തിട്ട് കയറിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അല്ലെ ജിമെയിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്, അങ്ങനെ ആയാലും ചെയ്യാം. അപ്പം ജിമെയിൽ ID വെച്ച് ആദ്യം സൈനപ്പ് ചെയ്ത് വന്നാൽ മതി. പിന്നെ നമുക്ക് ആ ID വെച്ച് തന്നെ കയറാം, യൂസർ നെയിമും പാസ്വേഡും കിട്ടും. പിന്നെ നിങ്ങൾ കയറുക. പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഓൾ കോഴ്സസ് കൊടുക്കാം, അല്ലെങ്കിൽ കോഴ്സ് കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഏത് സ്പെസിഫിക് ആണ്. ഇപ്പോൾ നമുക്ക് ഹ്യൂമാനിറ്റീസ് ആണോ, സയൻസ് ആണോ, എഞ്ചിനീയറിംഗ് ആണോ, ബയോടെക്നോളജി ആണോ, ഏതാണ് നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള കോഴ്സുകൾ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കുവാണ്, അപ്പോൾ നിങ്ങൾക്കൊന്ന് ഫീൽഡ് മാറി അതേപ്പറ്റി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആർട്ടിൻ്റെ കോഴ്സുകളാണ് വേണ്ടതെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെയും കൊമേഴ്സിൻ്റെയും ഒക്കെ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കുക. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അങ്ങനെ ഇപ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചിലർ കരിയറൊക്കെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ സയൻസൊക്കെ പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഫീൽഡ് കൊമേഴ്സോ സെയിൽസ് അങ്ങനത്തെ ഫീൽഡുകളിലേക്കൊക്കെ മാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനകത്തൊരു കോഴ്സ് ചെയ്യുക. ഓക്കെ, നിങ്ങളിതിനകത്തൊരു കോഴ്സ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുക, അങ്ങനെ കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ അതേ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, സബ്ജക്ട്സ് അറിയാം, നിങ്ങൾക്ക് ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഇപ്പം നിങ്ങളിത് എൻറോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആ ടൈം കഴിഞ്ഞാലും മെറ്റീരിയൽ അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്യൂച്ചറിൽ അത് റെഫർ ചെയ്യാം. അങ്ങനെ പോയി. പിന്നെ ഇതിനൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനത് എടുക്കുന്നില്ല, പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്വയം ആപ്പ് കൊടുത്താൽ മതിയാണ്. ഇതിപ്പോൾ ഇന്ത്യയിലുള്ളവർക്കാണ് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ഞാൻ തൽക്കാലം ഇന്ത്യയിലല്ല ഉള്ളത്, സോ എനിക്ക് ആ ആപ്പ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാട്ടിൽ ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ സ്വയം പ്ലാറ്റ്ഫോം അടിച്ചു കൊടുക്കുക, വരുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പ്രൈവറ്റായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഫീസൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ ഇതിനകത്തൊരു 1-2 കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അത് ഫുഡ് ആൻഡ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്. സോ അപ്പം എന്താ പറയുക, അപ്പം അത് പ്രൈവറ്റായിട്ടൊക്കെ അന്വേഷിച്ചപ്പോൾ അതിന് നല്ല ഫീസായിരുന്നു. അപ്പം ഇതിനകത്താകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. അതനുസരിച്ച് പിന്നെ ഇപ്പോൾ ഞാനൊരു ബേസിക് കോഴ്സാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായ കോഴ്സുകൾ. നമുക്ക് ആദ്യം അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടും. ഈ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ മുന്നോട്ടുള്ള കോഴ്സുകൾ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഞാൻ പറയട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടൻസി, നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, അക്കൗണ്ടൻസി അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ +1 +2ൻ്റെ അക്കൗണ്ടൻസി ഇല്ലേ, അപ്പോൾ അതിൻ്റെ കോഴ്സുകൾ ആദ്യം പഠിക്കാം. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഡിഗ്രി BCom ചെയ്യുന്ന അല്ലെ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ എന്നിട്ട് നിങ്ങൾ ഡിഗ്രി BCom നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തീരുമാനിക്കാം നിങ്ങൾക്ക് അതിനെയും ഫർദർ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങൾക്കത് പഠിച്ചാൽ നിങ്ങൾക്ക് തലയിൽ കയറുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ല അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സബ്ജക്ട്സ് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ കോഴ്സുകളിലേക്ക് ഡയറക്റ്റ് പോകാം, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് കിടക്കുന്ന സ്കൂൾ ലെവലിലാണല്ലോ, ഹൈസ്കൂളിലെ 9th മുതലുള്ള കോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ അത് പോയി അത് എൻറോൾ ചെയ്ത് വേണ്ട ടോപ്പിക്ക് നോക്കിയിട്ട് അത് നിങ്ങൾ എൻറോൾ ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്കിപ്പോൾ
അങ്ങനെ ഒരു പർപ്പസിനാണ് വേണ്ടതെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എൻറോൾ ചെയ്തിടുക, എന്നിട്ട് അതിൻ്റെ വീഡിയോസും ക്ലാസ്സുകളൊക്കെ കേൾക്കുക. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട, കാരണം ഇതിപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് പോലെയോ ഇതിലൊക്കെ കിട്ടിയാൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുമായിരിക്കും. പക്ഷേ ഇതൊരു സ്ട്രക്ചേർഡാണ്. അതായത് ഇപ്പോൾ ഓരോ ടോപ്പിക്ക് എപ്പോൾ ക്ലാസ് ഏത് വീക്കിൽ ഏത് അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്ട്രക്ചർ ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എളുപ്പമാണ് ആ ടോപ്പിക്ക് ഡയറക്റ്റ് പോയി കണ്ടാൽ നമുക്ക് ആ ടോപ്പിക്ക് പഠിക്കാൻ പറ്റും. എനിക്കതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് വായിച്ച് നോക്കാം. നമുക്കിപ്പോൾ നമ്മൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ കരിയറായിട്ട് വർക്ക് ചെയ്യുന്നതോ ഒന്നും ആയിരിക്കില്ല. നമുക്ക് ചിലപ്പോൾ വേറെ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും അല്ലേ. നമുക്ക് പല സമയത്തും പല കാര്യങ്ങളോടും ഇൻട്രസ്റ്റ് തോന്നും. ഇപ്പം ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, പക്ഷേ എനിക്ക് ആർട്സ് സബ്ജക്റ്റുകൾ ഇഷ്ടമാണ്. നമുക്ക് ഇപ്പം സൈക്കോളജി റിലേറ്റഡ് ആയ ടോപ്പിക്സ് ഇഷ്ടമാണ്, ന്യൂട്രീഷൻ കോഴ്സുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഇങ്ങനത്തെ കോഴ്സുകൾ സാധിക്കും. അതുപോലെ ഓരോരുത്തർക്കും അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുക, പഠിക്കുക. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. എന്തായാലും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.